കാലിക്കറ്റ് സർവകലാശാലയിൽ സെനറ്റ് അംഗങ്ങളെ തടഞ്ഞ നടപടിയിൽ നിയമോപദേശം തേടി ഗവർണർ. SFI പ്രവർത്തകരുടെ നടപടി സെനറ്റ് അംഗങ്ങൾ ഗവർണറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. SFI തടഞ്ഞത് മൂലം 8 അംഗങ്ങൾക്ക് സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല. ഗവർണർ നോമിനേറ്റ് ചെയ്ത സെനറ്റ് അംഗങ്ങളായ പ്രവീൺ കുമാർ, മനോജ് സി, പത്മശ്രീ ബാലൻ പൂതേരി, ഹരീഷ് എ വി, അഫ്സൽ ഗുരുക്കൾ തുടങ്ങിയവരെയാണ് SFI പ്രവർത്തകർ തടഞ്ഞത്. സെനറ്റ് ഹാളിനകത്തേക്ക് പ്രവേശിപ്പിക്കില്ലെന്ന ഭീഷണിയും മുഴക്കിയിരുന്നു. സെനറ്റ് അംഗങ്ങൾ സഹായത്തിനായി പോലീസിനെ സമീപിച്ചെങ്കിലും പോലീസ് ഒഴിഞ്ഞുമാറി. തുടർന്ന് VCയുടെ നേതൃത്വത്തിൽ സെനറ്റ് യോഗം ആരംഭിക്കുകയും ചെയ്തു. ഇതോടെ SFIയുടെ ആക്രമണം സെനറ്റ് അംഗങ്ങൾ ഗവർണറുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഞങ്ങൾ മുൻകൂട്ടി തന്നെ അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവരുത്, പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ള പശ്ചാത്തലത്തിൽ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവരുത് എന്ന് മുൻകൂട്ടി ചിന്തിച്ചിട്ട് കഴിഞ്ഞ ദിവസം തന്നെ വൈസ് ചാൻസലർക്കും രജിസ്ട്രാർക്കും മെയിൽ അയച്ചിരുന്നു. സുരക്ഷാ സജ്ജീകരണങ്ങൾ ഒരുക്കണമെന്ന് പറഞ്ഞ് മെയിൽ അയച്ചിരുന്നു. അങ്ങനെ രാവിലെ സെനറ്റ് മീറ്റിംഗ് തുടങ്ങാറായപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആൾക്കൂട്ടമൊക്കെ വന്നപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കടന്നപ്പോൾ സെനറ്റ് അംഗങ്ങളിൽ ചിലരെ കടത്തിവിടുകയും ഞങ്ങളെയൊക്കെ കുറച്ച് പേരെ തടഞ്ഞു നിർത്തുകയും ചെയ്തു. ചില ആൾക്കാർ അവിടെ പ്രക്ഷോഭം നടത്തുന്നവർ എന്തടിസ്ഥാനത്തിലാണ് അവർ മാറ്റി നിർത്തിയത് എന്ന് പോലും വ്യക്തമായിരുന്നില്ല. കുറച്ച് ആൾക്കാരെ തിരഞ്ഞ് അകത്തോട്ട് കയറ്റുന്നു. അവർക്ക് അറിയുന്നവരെയാണോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ആ രീതിയിലായിരുന്നു. എന്നാൽ താൻ 9:50 എത്തിയതെന്നും അപ്പോൾ തന്നെ പോലീസിൽ വിവരം അറിയിച്ചെന്നുമാണ് VC MK ജയരാജൻ പ്രതികരിച്ചത്. അത് ഞാൻ പോലീസിൽ അറിയിച്ചിരുന്നു. അവർ കയറാൻ പറ്റാത്തത് എനിക്കറിയില്ല. അവർ തുടങ്ങാൻ 10 മിനിറ്റ് അവർ വെയിറ്റ് ചെയ്തു. അറിയില്ല, അവർക്ക് കയറാൻ പറ്റിയില്ല. അടുത്താണ് അത് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് പോലീസിൽ അറിയിച്ചിട്ടുണ്ടല്ലോ. അടുത്ത തവണ നേരത്തെ നോക്കാം. ഇല്ലില്ല, അറിയിച്ചില്ല. ഞാനിവിടെ 9:50 ഇവിടെ എത്തിയപ്പോഴേ അറിയിച്ചിട്ടുള്ളൂ. അതേസമയം 30 മിനിറ്റ് മാത്രമാണ് സെനറ്റ് യോഗം കൂടിയത്. തിടുക്കപ്പെട്ട യോഗം ഔദ്യോഗികമായി അവസാനിപ്പിച്ചത് ഗൂഢലക്ഷ്യത്തിന്റെ ഭാഗമാണെന്ന ആരോപണവും ശക്തമാണ്. സഭയ്ക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരു നിലപാടാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഞങ്ങളിവിടെ കൃത്യസമയത്ത് എത്തി. വൈസ് ചാൻസലർ ഉത്തരവ് പ്രകാരം ക്ഷണിച്ചിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. ഞങ്ങൾ 8 പേർക്കും SFIയുടെ സമരാഭാസം കാരണം പുറത്തു നിൽക്കേണ്ടി വന്നു. ഈ സെനറ്റ് യോഗം കഴിയുന്ന ആ സമയത്താണ് പോലീസ് നടപടികൾ ഉണ്ടായത്. അത് പോലീസും SFIയും തമ്മിലുള്ള ഒരു ഒത്താശയാണ്. അതേസമയം SFIയുടെ നിയമവാഴ്ച അട്ടിമറിക്കുന്ന നിലപാടിനെതിരെ യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ABVP. ജനം, കോഴിക്കോട്.